സബ്ജക്റ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ബ്ലോക്ക് സബ്ജക്റ്റ് കംപ്ലീറ്റ് ബ്ലോക്ക് 1, 2 അങ്ങനെയാണ് വരിക. ഒരു സബ്ജക്റ്റിൽ 4 or 5 ബ്ലോക്കൊക്കെ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, ഇതെന്താണ് എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം കാണാം, കമ്മ്യൂണിക്കേഷൻ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് കാണാം. ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കൂ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ, എന്നിട്ട് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മലയാളത്തിൽ നിങ്ങളൊന്ന് പറയൂ. നമുക്ക് മറ്റുള്ളവരോട് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു മാർഗം. ഓക്കെ, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഉള്ള ഒരു മാർഗം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം, അവരത് അറിയുകയും ചെയ്യണം, അറിഞ്ഞിട്ട് അവരതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ശരിക്കും കമ്മ്യൂണിക്കേഷന്റെ മീനിങ്. അത് നമുക്ക് പറയാം. അതിന്റെ മുന്നേ ഈ ഒരു ഇമേജ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ആള് എന്തോ തീയിടാണ് അല്ലെ. പണ്ട് കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു, കുറെ ആൾക്കാർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഇതൊക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്തത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു സംഗതി, ആശയവിനിമയം നടത്താം, അല്ലെങ്കിൽ സംസാരം, പച്ച മലയാളത്തിൽ പറഞ്ഞ സംസാരം എന്നുണ്ടായത്? തെളിവില്ല അല്ലെ. സംസാരം ഉണ്ടായതിന് നമുക്കൊരു തെളിവ് കാണാൻ കിട്ടില്ല. പക്ഷെ പുരാതന കാലത്തേക്ക് നമ്മുടെ കാലത്തെ, സമയത്തെ, മനുഷ്യന്മാരുണ്ടായത് മുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് ഇന്ന് കാണുന്ന പോലെ മലയാളം, ഇംഗ്ലീഷ് ഒന്നും അല്ല. അത് പല രൂപത്തിലായിരുന്നു. അപ്പോൾ ചരിത്രകാരന്മാരെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഏറ്റവും പുരാതന കാലത്ത് അവർക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, സംസാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സംസാരം ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും ആംഗ്യത്തിൽ കൂടെയൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യന്മാർ ആദ്യം ജീവിച്ചിരുന്നത് കാട്ടിലാണ്. ആ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് മൃഗങ്ങളെ പോലെ അങ്ങോട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റു പ്രദേശത്തുള്ളവരെ അറിയിക്കാൻ വേണ്ടി തീയിട്ടിട്ടാണ് അവരത് അറിയിച്ചിരുന്നത്. തീയിട്ടാൽ അവിടെ പുക ഉണ്ടാവും. ആ പുക കണ്ടിട്ട് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുമെന്നാണ്. എന്തോ വിശേഷമുണ്ട് അല്ലെങ്കിൽ എന്തോ അപകടം ഉണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ട് ഓടിക്കൂടും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ്. അതൊരു കമ്മ്യൂണിക്കേഷനാണ്. എന്താണ്? ഇങ്ങോട്ട് വരാൻ വേണ്ടി, ക്ഷണിക്കാൻ വേണ്ടിയിട്ട് തീയിട്ടിരുന്നു ആൾക്കാർ. കമ്മ്യൂണിക്കേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് പ്രാവിനെ ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? പ്രാവ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. പ്രാവിന്റെ കാലിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുക, എന്നിട്ട് അതിനെ പറത്തി വിടുക, അങ്ങനെയൊക്കെ ചെയ്ത കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല കോഡുകളും യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ടെലഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഒന്ന് പറയാം? മുഫ്സിറ, ടെലഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ? ടെലഗ്രാം കണ്ടിട്ടുണ്ടോ? എവിടെ കേട്ടത്? മൊബൈലിൽ കണ്ട ആപ്പാണോ? അല്ല, പണ്ട് ഇങ്ങനെ ടെലിഗ്രാം വഴിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന് മലയാളത്തില് കമ്പി എന്നാണ് പറയാ. കത്തും കമ്പിയും എന്നൊക്കെ നമ്മൾ പല കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. കത്തും കമ്പിയും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കമ്പിയാണ് ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ഉപകരണം. അത് യൂസ് ചെയ്തിരുന്നു പണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റേഡിയോ കണ്ടുപിടിക്കുന്നു. വയർലെസ് റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ദെൻ ടെലഫോൺ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫാക്സ് കണ്ടുപിടിക്കുന്നു. പിന്നെ ഫോണാവുന്നു, ഇന്റർനെറ്റ് ആവുന്നു. മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നു, ഇന്റർനെറ്റ് ഉണ്ടാവുന്നു. ഇന്റർനെറ്റ് ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കാലത്തിൻ്റെ ഓരോ
സമയം പോകുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? സ്മാർട്ട് ഫോണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി അടുത്ത ടെക്നോളജി എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അന്ന് ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംവിധാനം വരുമെന്ന്, മൊബൈൽ ഫോണൊക്കെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ പോണ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ വലിയ ടെക്നോളജി, മൊബൈൽ ഫോണിനേക്കാൾ വലിയ ടെക്നോളജിക്ക് ഇനിയും വരാൻ കിടക്കുകയാണ്. നമ്മൾ കണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇമേജ് നിങ്ങളുടെ ബുക്കിൽ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ കാലാകാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. യൂണിറ്റ് 1, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ ഒരു മീനിങ് നിങ്ങൾ പഠിക്കണം. കമ്മ്യൂണിക്കേഷൻ is the process of exchanging information, ideas or opinion between the people. It can occur between individuals or groups and can face to face or through device. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ കൈമാറലാണ്, ഐഡിയാസ് കൈമാറലാണ് ആളുകളുടെ ഇടയിൽ. പക്ഷെ എൻ്റെ ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ മീനിങ് ബുക്കിൽ കുറേ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കാണും. നമ്മൾ സ്റ്റഡി നോട്ടിൽ കൊടുത്തിട്ടുള്ള ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ മീനിങ് പഠിച്ചാൽ മതി. ദ goal of communication is to ensure the message is understood by both parties. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണം, എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. അപ്പൊ ഐഡിയ കൈമാറലാണ് കമ്മ്യൂണിക്കേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും മനസ്സിലായെങ്കിൽ മാത്രമേ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു മീനിങ് പഠിക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. ഇത് 2-way പ്രോസസ്സാണ്. അതെന്തുകൊണ്ടാ? രണ്ട് പാർട്ടി അതിൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഇതിന് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ ഉണ്ടാവും, അയക്കുന്ന ആൾ, ഒരു മെസ്സേജ് ഉണ്ടാവും, ഒരു ചാനൽ ഉണ്ടാവും, ദെൻ റിസീവർ ഉണ്ടാവും, എന്നിട്ട് ഫീഡ്ബാക്ക് ഉണ്ടാവും, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് അയക്കുന്ന ആളെന്ന് തുടങ്ങിയിട്ട് ആ മെസ്സേജ് ഒരു ചാനലിൽ കൂടെ പോയിട്ട് അത് സ്വീകരിച്ച് ആ സ്വീകരിച്ചതിനൊരു പ്രതികരണം കൂടെ ഉണ്ടായാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുള്ളൂ. അതായത് സെൻഡർ എന്താണോ ഉദ്ദേശിച്ചത് അത് റിസീവർ ചെയ്യണം. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുക എന്ന് പറയാം. അപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മീനിങ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ നോട്ടിൽ നിന്ന് വായിച്ച് പഠിക്കുക. അതിൽ ഇത്രയും എലമെന്റ്സ് കൂടി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്, അതിൻ്റെ ചരിത്രം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ആദ്യം സംസാരം ഉണ്ടായിരുന്നില്ല. ആദ്യം ആംഗ്യങ്ങളൊക്കെ ആയിരുന്നു, ആംഗ്യ ഭാഷയിലായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്, മനുഷ്യന്മാർ സംസാരിച്ചിരുന്നത്. പിന്നീട് മൃഗങ്ങളെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രീ ഹിസ്റ്റോറിക് ആൻഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് ഓറൽ ട്രഡീഷൻ ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്കറിയാം. ഇംഗ്ലീഷ് എന്നുണ്ടായത്, ആരുണ്ടാക്കിയതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്ന മലയാളം ആരുണ്ടാക്കിയത്, എന്നുണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയോ, നമ്മുടെ മലയാളം ആരാണ് ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ എന്നാണ് ഉണ്ടാക്കിയത്? ആർക്കാ പറയാൻ പറ്റുക? അറിയില്ല. അപ്പൊ നിങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സഫിയ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ആരാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല മലയാളിയായിട്ട്? വളരെ കഷ്ടം. ഞാൻ ക്ലാസ് എടുക്കുന്നത് തിരൂരിൽ നിന്നാണ്. ഞങ്ങൾ തിരൂർക്കാർക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം മലയാള ഭാഷയുടെ പിതാവ് തിരൂര് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. കേട്ടിട്ടുണ്ടോ? അപ്പോ
തിരൂർ വരുമ്പോൾ ഒന്ന് തുഞ്ചൻ പറമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. തിരൂർ ടൗണിൽ തന്നെയാണ് തുഞ്ചൻ പറമ്പുള്ളത്. ഓക്കെ, മലയാള ഭാഷയുടെ പിതാവിന്റെ സ്ഥലമാണ്. അതിന്റെ സ്മാരകങ്ങളൊക്കെ അവിടെ ഉണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതാൻ ഉപയോഗിച്ചതും എഴുതി വെച്ചതും എല്ലാം അവിടെ ഉണ്ട്. അപ്പോ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്, രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയും. ഇതേപോലെ ഓരോ ലാംഗ്വേജും ഉണ്ടായത് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടെ ഓരോ ലാംഗ്വേജിനെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിൽ ലാംഗ്വേജ് സംസാര ഭാഷ വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ആംഗ്യ ഭാഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മുമ്പ് ഓറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഏർലി ഹ്യൂമൻ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ സൗണ്ട്സ്, ഗസ്റ്റേഴ്സ് ആൻഡ് ലേറ്റർ സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. ആദ്യം ആംഗ്യം കാണിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. ആദ്യം ആംഗ്യത്തിലൂടെ സംസാരിച്ചു, പിന്നീട് ശബ്ദം ഉണ്ടാക്കി. ഗസ്റ്റേഴ്സ് തന്നെ ആംഗ്യം എന്നാണ്. സൗണ്ട് ഉണ്ടാക്കുക, ഗസ്റ്റേഴ്സ് തന്നെ ആംഗ്യം കാണിക്കുക, പിന്നീട് ഒരു സ്ട്രക്ചറൽ ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞു വന്നു എന്ന് പറയാം. ഇത് പ്രീ ഹിസ്റ്റോറിക് ആണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ല. എന്നാലും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മിനിറ്റ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കേവ് പെയിന്റിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കേവ് പെയിന്റിങ് 30,000 BCE found in places like Laxas in France. This visual symbol depicts daily life, hunting, early symbolic communication. അതായത് BCE എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വർഷങ്ങളൊക്കെ ഇപ്പോ നമ്മൾ നിൽക്കുന്ന കാലഘട്ടം AD കാലഘട്ടമാണ്. അതായത് നമ്മൾ കാണുന്ന കലണ്ടർ AD കലണ്ടറാണ്. AD കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എന്ന് നിങ്ങൾക്കറിയോ? അതായത് AD കലണ്ടറാണ് ഇപ്പോൾ ശരിക്കുള്ള 2025 ഇന്നത്തെ വർഷം. ഈ 2025 കഴിഞ്ഞ വർഷം 2024 10 വർഷം മുമ്പ് 2015 ആയിരുന്നു. അപ്പൊ ഇതിനൊരു 1 ഉണ്ടാവുമല്ലോ. ആ 1 എന്നാണെന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന ഈ കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിപ്പോ കാണുന്ന കലണ്ടർ അതിൽ ഒന്നാമത്തെ വർഷം എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? സഫിയ, ഐഡിയ ഉണ്ടോ? ഒന്ന് പറയുമ്പോ 1000 ആണോ? എനിക്കറിയില്ല. 1000 അല്ല, 1000 കാലഘട്ടം ഉണ്ട്. 1900 ഒക്കെ ഇല്ലേ? അതിന്റെ മുന്നേ 1000 ഉണ്ട്, അതിന്റെ ശേഷം 500 ഉണ്ട്, അതിന്റെ മുമ്പ് 500 ഉണ്ട്, 500 400 ഉണ്ട്, 100 ഉണ്ട്, 1 ഉണ്ട്. അപ്പോ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ജനനം മുതലാണ്. അതാണ് ക്രിസ്താബ്ദം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ അറബി കലണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അറബിക് കലണ്ടറിനെ നമ്മൾ ഹിജ്റ വർഷം എന്നാണ് പറയാ. എന്നാണ് അറബി കലണ്ടർ ഇപ്പോൾ 1400 സംതിങ് ആയി. അപ്പോൾ അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് ഐഡിയ ഉണ്ടോ? ഞാൻ തന്നെ പറയാം. അത് പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ അല്ല, ഹിജ്റ പോയത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മക്കയിലെത്തിയ ദിവസമാണ് 1, മദീനയിലെത്തിയ ദിവസമാണ് 1, ഒന്നാമത്തെ ഇയർ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 2, 3 അങ്ങനെ കണക്ക്. അതാണ് ഹിജ്റ വർഷം. അപ്പോ യേശു ജനിച്ച വർഷം 1 AD. അപ്പൊ അതിന് മുന്നേ വർഷം ഉണ്ടല്ലോ, അതിനെ നമ്മൾ BCE എന്ന് പറയും. BC എന്നാണ് പറയാ സാധാരണ, ബിഫോർ ക്രിസ്തുവിന് മുമ്പുള്ള വർഷത്തെ നമ്മൾ BC എന്ന് പറയും. അതേപോലെ തന്നെ BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ എന്നാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലത്തിന്റെ അപ്പുറത്തുള്ള കാലമുണ്ട്, ചരിത്രത്തിൽ കാണാൻ പറ്റാത്ത കാലം. യേശുവിന്റെ മുമ്പും എന്തുണ്ട്? ഇവിടെ ലോകം ഉണ്ടായിട്ടില്ലേ?
കുറെ അവതാരങ്ങളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായ കാലം വേറെ ഉണ്ട്. പക്ഷെ അതിന് വ്യക്തമായ തെളിവൊന്നും നമ്മുടെ അടുത്തില്ല. അങ്ങനെയുള്ള കാലത്ത് BCE എന്നാണ് പറയാം. അതായത് യേശു ജനിക്കുന്നതിന് 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഗുഹകളിൽ എന്തുണ്ടായിട്ടുണ്ട്? ഗുഹകളിലായിരുന്നു മനുഷ്യന്മാർ താമസിച്ചത്. അവരവിടെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്നാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഗുഹ പെയിന്റിങ് കണ്ടിട്ടുണ്ടോ? ഗുഹ സന്ദർശിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയനാട് പോയാലും മറ്റുള്ളിടത്തൊക്കെ നമുക്ക് ഗുഹകൾ കാണാം. അതിൻ്റെ ഉള്ളിലൊക്കെ പിക്ചേഴ്സ് കാണാറുണ്ട്, എന്തൊക്കെയോ ആരൊക്കെ വരച്ചു വെച്ചതുപോലെ. അതേപോലെയുള്ള ഒരു ഗുഹയിൽ വരച്ചു വെച്ച ചിത്രമാണ് ഈ കാണുന്നത്. മൃഗങ്ങളുടെ ചിത്രമാണ് വരച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണാം. ഈ ചിത്രം സൂചിപ്പിക്കുന്നത്, ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത കുറേ ചിത്രങ്ങൾ കാണാം. ഗുഹ പെയിന്റിങ് കേട്ടോ, കേവ് പെയിന്റിങ് സെർച്ച് ചെയ്താൽ കാണാം. ഇതിലൊക്കെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ, ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചതായിട്ടാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ളത്, അവർ അഭിപ്രായപ്പെടുന്നതെന്ന് പറയാം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ മുൻകാലങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ നിന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് റൈറ്റിംഗ് സിസ്റ്റം വരികയാണ്. ചിത്രങ്ങളൊക്കെ വരക്കാൻ തുടങ്ങി. അതിന് ശേഷം റൈറ്റിംഗ് സിസ്റ്റം വരുന്നത് BCE 3400, മറ്റേത് 30,000. ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു എഴുത്ത്, അതായത് ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് സുമേറിയൻ ഡെവലപ്ഡ് യൂണിഫോം ഏർലിയസ്റ്റ് നോൺ റൈറ്റിംഗ് സിസ്റ്റം ഫോളോഡ് ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫ്സ്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈജിപ്തിൽ കുറെ പുരാതനമായ ബാക്കിപത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിന്റെ പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഈജിപ്ത് എന്തിൽ ഫേമസ് ആണ്? പിരമിഡ്. എന്താണ് ഈ പിരമിഡ്? ലോകാത്ഭുതത്തിൽ പെട്ടതാണ്. അതെ, ലോകാത്ഭുതപ്പെട്ട ഒരു സംഗതിയാണ് പിരമിഡ്. എന്ന് മാത്രമല്ല, പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫറോവ ചക്രവർത്തിമാരാണ്. ഫറോവ ചക്രവർത്തിമാർ ആരുടെ കാലത്തുള്ളതാണ്? യേശു ജനിക്കുന്നതിന് മുമ്പ് മോസസ് എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ മൂസ നബി എന്ന് പറയുന്ന പ്രവാചകൻ ജീവിച്ച കാലഘട്ടമാണ് ഫറോവയുടെ കാലഘട്ടം. അപ്പൊ യേശു ജനിച്ച മുതലേ നമ്മൾ AD കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ മുന്നേ ഉള്ള കാലഘട്ടമാണ് അത്. പക്ഷെ അത് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഈജിപ്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സുമേറിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അവിടെ അവർ എഴുത്തിന്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്നു. അതിന് തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ആ എഴുത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് വായിക്കാനൊന്നും കഴിയില്ല, പക്ഷെ ഇത് എന്താണ്, ഇത് കണ്ടാൽ അറിയാം എന്തൊക്കെയോ എഴുതി വെച്ചതാണ് എന്ന്. അപ്പോൾ അന്നും എഴുത്തുണ്ടായിരുന്നു. ഏകദേശം ഈ കാലം BCE യേശു ജനിക്കുന്നതിന് 3400 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തിന്റെ പരിപാടികളൊക്കെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി നമുക്ക് മനുഷ്യന്മാരുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. മനുഷ്യന്മാരുടെ കമ്മ്യൂണിക്കേഷൻ നോട്ട്സിൽ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം. ഞാനിവിടെ പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. മനുഷ്യന്മാർ 2 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്: വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാലോ വാക്ക് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ വെർബലും യൂസ് ചെയ്യുന്നു, വാക്കല്ലാത്ത ആംഗ്യങ്ങൾ. ഇപ്പം നമ്മൾ ഒരാളോട് ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മാടി വിളിക്കാറുണ്ട്, കണ്ണുകൊണ്ട് നമ്മൾ ആംഗ്യം കാണിക്കാറുണ്ട്, കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ കാണിക്കാറുണ്ട്. ഇതിനൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് വിടാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആണല്ലോ. നേരത്തെ പറഞ്ഞു, മലയാളം ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ അധിക ചരിത്രമൊന്നുമില്ല. കുറെ മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് കുറെ വാക്കുകളൊക്കെ കടെടുത്തിട്ടൊക്കെയാണ് മലയാളം ഉണ്ടാക്കിയിട്ടുള്ളത്. ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് നിങ്ങൾ പഠിക്കണം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സിംബൽസ്, സൗണ്ട്സ് ആൻഡ് ഗെസ്റ്റേഴ്സ് ഓർ റിട്ടൺ ക്യാരക്ടേഴ്സ്. എഴുതാൻ പറ്റുന്ന എന്തൊക്കെയോ ആണ്
യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു കമ്മ്യൂണിക്കേറ്റ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ഇന്റൻഷൻസ് ആൻഡ് ഐഡിയാസ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ അടയാളങ്ങളും സിമ്പിൾസ് ഒക്കെയാണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ മീനിങ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്തിന് പഠിക്കുന്നു വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് എന്ന നിലക്ക് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടാവണം. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് ആണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇതേപോലെയുള്ള കുറേ അടയാളങ്ങളും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ചോദിച്ചാൽ നമുക്കറിയാം സിംബോളിസം. ഒരു സിംബോളിസം ആണ്, കുറേ അടയാളങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ, നോട്ടിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഗ്രാമർ ആൻഡ് സിൻടാക്സ്, കുറേ അടയാളങ്ങൾ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ വാക്കുകൾ ചേർത്ത് വെക്കൽ മാത്രമല്ല, ഇതിൽ ഗ്രാമറും അതിൻ്റെ ഒരു സിൻടാക്സും ഉണ്ടാവും, അതായത് ഒരു യോജിപ്പിക്കൽ. അപ്പോൾ രണ്ട് വാക്കുകൾ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് കൂട്ടി ഒട്ടിച്ചാൽ അതിന് മീനിങ് ഇല്ല. നേരെ മറിച്ച് വെക്കേണ്ട വാക്ക് വെക്കൊണ്ടിടത്ത് വെക്കണം, വെക്കേണ്ട പോലെ യോജിപ്പിക്കണം, എങ്കിൽ മാത്രമേ അതിന് അർത്ഥം വരുള്ളൂ. അതാണ് ഗ്രാമർ ആൻഡ് സിൻടാക്സ്. അപ്പോൾ ലാംഗ്വേജിൽ എന്തുണ്ട്? ഗ്രാമർ ആൻഡ് സിൻടാക്സ് ഉണ്ട്. ദെൻ ആർബിട്രേറിനെസ്, അതായത് ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ വാക്കിൽ എഴുതിയിട്ടുള്ള അർത്ഥം മാത്രമല്ലാത്ത അതിൻ്റെ ഉള്ളിലുള്ള വേറെ മീനിങ്ങും അതിനുണ്ട്. അത് കേൾക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നുവോ, പറയുന്ന ആൾ എന്ത് ചിന്തിക്കുന്നോ ആ രൂപത്തിലുള്ള അർത്ഥവും അതിനുണ്ടാവും. അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോട്ട്സിലുണ്ട്. ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിസ്പ്ലേസ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ അത് ശരിക്കുള്ള അർത്ഥം കിട്ടണമെങ്കിൽ അത് കറക്റ്റാക്കി വെച്ചാൽ മാത്രമേ എന്തുള്ളൂ, അതിന് മീനിങ് ഉള്ളൂ. വാക്കുകൾ തലതിരിച്ച് വെച്ചാൽ, ഡിസ്പ്ലേസ്മെന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് മീനിങ് ഇല്ല. അങ്ങനെ ഒരു സംഗതി ലാംഗ്വേജിലുണ്ട്. പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ട്. പല കാര്യങ്ങളും നടക്കണമെങ്കിൽ ലാംഗ്വേജ് ആവശ്യമാണ്. പല കാര്യങ്ങളും ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കലാണ്. പുതിയ പുതിയ കാര്യങ്ങളോ സംഗതികളോ ഒക്കെ എന്തായാലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ലാംഗ്വേജ് ആവശ്യമുണ്ടെന്ന് പറയാം. ഇറ്റ് വുഡ് ബി പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. നമുക്കറിയാലോ ലാംഗ്വേജ് അത് ചിലപ്പോൾ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും, പാസ്റ്റ് ആയിരിക്കും, ഫ്യൂച്ചർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ പറയാനുള്ളത്. സിമ്പിളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് വായിച്ചാൽ മനസ്സിലാവും. ഈ ലാംഗ്വേജ് എങ്ങനെ ഒറിജിൻ ചെയ്തു എന്ന് മനസ്സിലാക്കലാണ് അടുത്ത സ്റ്റേജ്. ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു, ആംഗ്യത്തിലൂടെ വന്നു ഇങ്ങനെ എത്തി, ലാംഗ്വേജിലേക്കൊക്കെ എത്തി. ഇനി ഈ ലാംഗ്വേജ് എങ്ങനെ വന്നു? മലയാളം നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ നമ്മുടെ സ്വന്തം സൃഷ്ടിപ്പിലൂടെ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയാം. അതിന്റെ മുന്നേ കുറെ ലാംഗ്വേജ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് മച്ച് ഡിബേറ്റ് ടോപ്പിക് വിത്ത് നോ സിംഗിൾ ആൻസർ. ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ഒരു ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായി എന്ന്? ശരിക്കും മനുഷ്യൻ എന്നാ ഉണ്ടായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സഫിയ ഒന്ന് പറയോ, മനുഷ്യൻ എന്നാ ഉണ്ടായത്? പറഞ്ഞു, എല്ലാവർക്കും പറയാട്ടോ. എനിക്ക് ഓർമ്മയുള്ള പേര് മാത്രം വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈവിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് പറയോ, എന്നാണ് ഈ മനുഷ്യൻ ഉണ്ടായത് എന്നാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിയോ നിങ്ങൾക്ക്? ഇല്ല. അറിയില്ല എന്ന് പറഞ്ഞ ആളുടെ പേര് സഫിയ. ഓക്കെ, അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയോ മനുഷ്യൻ എന്നുണ്ടായത് എന്ന്? ആദ്യത്തെ മനുഷ്യൻ
ബൈബിൾ പ്രകാരം ആദം എന്ന് പറയും. അന്നും ലാംഗ്വേജ് ഉണ്ട് എന്നാണ് വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ തെളിവ് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല. സയൻറ്റിസ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ഭാഷ ലാംഗ്വേജ് ഉണ്ടാകുന്നതിന് കുറേ ആളുകൾ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. അവർ പറഞ്ഞ കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് ലാംഗ്വേജ് ഉണ്ടായത് ഗസ്റ്ററൽ തിയറിയാണ്. അതായത് ഇത് പറയുന്നത് ഒറിജിനേറ്റഡ് ഫ്രം എ ഗസ്റ്റേഴ്സ് ഓർ ബോഡി മൂവ്മെന്റ് റാദർ ദാൻ വോക്കൽ സൗണ്ട്സ്. ആദ്യത്തത് നമ്മുടെ ശരീരത്തിന്റെ ചലനത്തിൽ കൂടെയായിരുന്നു ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. ഏർലി ഹ്യൂമൻസ് മേ ഹാവ് യൂസ്ഡ് ഹാൻഡ് സിഗ്നൽസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. കയ്യും കാലൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നർത്ഥം. മുഖം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്നർത്ഥം ആദ്യം. അതാണ് ഒരു തിയറി. അതായത് ഗസ്ട്രൽ എന്ന് പറഞ്ഞാൽ ആംഗ്യം ആയിരുന്നു ആദ്യത്തെ ലാംഗ്വേജ് എന്ന് ഒരു പഠനം പറയുന്നു. രണ്ടാമത്തെ പഠനം പറയുന്നത് വോക്കലൈസേഷൻ തിയറിയാണ്. ഇതിനെ നമ്മൾ ബോവോ തിയറി എന്ന് പറയും. ഈ തിയറിയിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് ബോവോ തിയറിയിലൂടെയാണ്. അത് വേറൊരു സയന്റിസ്റ്റ് കണ്ടെത്തിയതാണ്. അതായത് സൗണ്ട് ഇമിറ്റേഷൻ തിയറി എന്നും ഇതിനെ പറയും. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പ്രകൃതിയിൽ നമ്മൾ പല ശബ്ദങ്ങളും കേൾക്കും. ആ ശബ്ദം അതേപോലെ നമ്മൾ അനുകരിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി. അങ്ങനെയാണ് കുറെ വാക്കുകൾ ഉണ്ടായത് എന്നാണ്. അതിന്റെ എക്സാമ്പിൾ കൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് ലൈക്ക് മൂ, നമ്മൾ ദേഷ്യം പിടിച്ചാൽ ഇങ്ങനെ ഒന്ന് മൂളൂലേ, അതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. ദെൻ ഒരു വാക്ക് നോക്കൂ, ബുസ് എന്നുള്ള വാക്ക് നോക്കൂ. ബുസ്, ഈ ബുസ് എന്നുള്ള വാക്ക് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു കൂട്ടാളുകൾ തമ്മിൽ ഇങ്ങനെ വെറുതെ ചുമ്മാ പതുങ്ങിയ ശബ്ദത്തിൽ പിറുപിറുത്ത് സംസാരിക്കുന്നതിനാണ് ബുസ് എന്ന് പറയുക. ഈ ബുസ് എങ്ങനെ വന്നെന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിൽ നിന്നാണ് ബുസ്. ചെറിയ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അങ്ങനെ ഒരു വാക്കുണ്ടായി. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ലാംഗ്വേജ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ബോവോ തിയറി എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് അനുകരിച്ചിട്ട് എന്തായി. നിങ്ങൾ മലയാളത്തിൽ നോക്കി നോക്കൂ. മലയാളത്തിൽ ആ എന്നുള്ള അക്ഷരം ഒന്ന് നോക്കി നോക്കൂ. ആ എന്നുള്ള അക്ഷരത്തിന് ഏതെങ്കിലും ഒരു വസ്തുവിനോട് സാമ്യം തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുണ്ടോ? സഫിയ, മലയാളത്തിലെ ആ എന്നുള്ള അക്ഷരത്തിന് ദീർഘമുള്ള ആ, നമുക്ക് വല്ല വേദന അങ്ങനെയൊക്കെ അനുഭവപ്പെടുമ്പോ അങ്ങനെ ശബ്ദം. ദാറ്റ്സ് ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ അത് കുറച്ചും കൂടെ നല്ലൊരു ആൻസർ ആണ് വന്നത്. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനോട് അനുബന്ധിച്ച് വന്നു. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു സാധനത്തിനോട് യോജിപ്പിക്കാൻ പറ്റുമോ അതിനെ? അതിപ്പോ ഒരു നമ്മുടെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ആ എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു വസ്തുവുമായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ആ എന്ന് പറയുന്ന ആ ശബ്ദം അക്ഷരത്തെ? ആ എന്നുള്ള അക്ഷരം അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ആനയുടെ ലുക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പല അക്ഷരങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് ആ ഉണ്ടാക്കിയതിന് എവിടെയോ ഒരു സാമ്യം പലയിടത്തും കാണാം. ആ രീതിയിലാണ് അക്ഷരങ്ങളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ വേറൊരു തിയറി, ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള ഒരു തിയറി വരുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ തിയറിയാണ്. ഇതിനെ യോഹേഹോ തിയറി എന്ന് പറയും. യോഹേഹോ, പേര് ഒന്നുകൂടെ കേട്ടോളൂ, യോഹേഹോ. അതായത് ഇറ്റ്സ് ആൾസോ നോൺ ആസ് കോപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. കുറെ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി വന്നു. ഇത് പറയുന്നത് ഇവോൾവ്ഡ് ദ നീഡ് ഫോർ സോഷ്യൽ കോപ്പറേഷൻ, കോർഡിനേഷൻ എമംഗ് ഏർലി ഹ്യൂമൻ. പണ്ട് ആൾക്കാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർ പുറപ്പെടുവിച്ചൊരു ശബ്ദം പിന്നീട് അങ്ങനെ ആയി വന്നതാണ്. ദ തിയറി പോയിന്റ്സ് മെയ്ഡ് ഡ്യൂറിങ് ദി കൊളാബറേറ്റീവ് ടാസ്ക്. എന്തെങ്കിലും ഒരു കാര്യം ഒന്നിച്ച് ചെയ്യുമ്പോൾ അവർ പല ശബ്ദവും പുറപ്പെടുവിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, 10 ആൾ കൂടിയിട്ട് ഒരു തടി പൊക്കാണ് വിചാരിക്കുക, ഒരു ശബ്ദം വരുമില്ലേ? കേട്ടിട്ടില്ലേ? ഭാരം പൊക്കുന്ന സമയത്ത്, ഭാരം വലിക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അത് പല രീതിയിലുള്ള ശബ്ദങ്ങളാവാം.
അപ്പൊ അതാണ് ഞാൻ യോ ഹേ ഹോ എന്ന് പറഞ്ഞത്. ഹെയ് ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കും. അതെന്തിനാണ്? ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ്. ആ ആ ശബ്ദം ഉണ്ടാക്കി അത് പിന്നീട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഭാഷണക്കായിട്ട് മാറി എന്നൊരു തിയറി മാത്രമാണ്. ഇത് ശരിയാണോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല, കുറെ സയന്റിസ്റ്റുകൾ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ യോഹേഹ തിയറി എന്ന് പറയുന്ന ഒരു തിയറി കൂടി ലാംഗ്വേജിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് മദർ ടങ് ഹൈപ്പോത്തസിസ് ആണ്. അത് ഓൾറെഡി ഉള്ള ലാംഗ്വേജ് നമ്മളിലേക്ക് പകർന്നത് നമ്മൾ എവിടെ ജനിച്ചോ ആ സ്ഥലത്തുള്ള ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്നു എന്ന് പറയുന്നതാണ്. അത് മനുഷ്യൻ ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് മദർ ടങ് ലാംഗ്വേജ് വന്നത്. അതായത് മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന്മാർ എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. മറ്റു മൃഗങ്ങളൊക്കെ അത് പ്രസവിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ ആ ജീവിനെ പുറത്തേക്ക് തള്ളും, പിന്നെ അവിടെ സീറ്റില്ല. നേരെ മറിച്ച് മനുഷ്യനോ അങ്ങനല്ല, മനുഷ്യൻ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ അമ്മയോടും അച്ഛനോടും. അപ്പോൾ അവർ എന്ത് സംസാരിക്കുന്നുവോ അത് സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു മദർ ടങ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തിയറി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, മദർ ടങ് ഹൈപ്പോത്തസിസ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കി നിങ്ങളുടെ യൂണിറ്റ് നോട്ട്സ് കൂടെ നോക്കിയിട്ട് ശരിക്ക് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ?